നമുക്ക് ആരംഭിക്കാം. ഓം സഹനവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായി പറഞ്ഞു. ഏകാദശ സ്കന്ധത്തിലെ 3-ാം അധ്യായം 11-ാമത്തെ ശ്ലോകമല്ലേ ഇനി എടുക്കണ്ടേ? അതെ സാർ. ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 11. രാജാവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഋഷിമാർ ഓരോരുത്തരെ നവയോഗികൾ മറുപടി പറയുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മായയെ കുറിച്ചാണ് ഇത് മഹാരാജാവ് ചോദിക്കുന്നത്. അന്തരീക്ഷത്തിന്റെ മറുപടി പറഞ്ഞു. എന്തൊക്കെയാണ് മായയുടെ സ്വഭാവം എന്ന് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടേ വരികയാണ്. സ്വാംവർത്തകോ മേഘഗണോ വർഷതി സ്മ ശതം സമാ ധാരാഭൃ ഹസ്തിഹസ്താഭൃ വിഹ്യതേ സരിലേ വിരാട്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മായയുടെ സ്വരൂപം. മായ എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കൽ, അതിനെ കൊണ്ടു നടക്കൽ, അതിനെ സംഭരിക്കൽ. ഇത് 3 പ്രവൃത്തികൾ മായയുടെ ഇടപെടൽ കൊണ്ടാണ് നടക്കുന്നത് എന്ന് കാണിച്ചാൽ എന്താണ് മായ എന്ന് വ്യക്തമാകും എന്നുള്ളത് കൊണ്ട് വർണ്ണിച്ചു വരികയാണ്. സാമ്പർത്തകോ മേഘഗണോ. സാമ്പർത്തകം പ്രളയകാലത്ത് കാണപ്പെടുന്ന മേഘക്കൂട്ടങ്ങൾ. സാമ്പർത്തകോ മേഘഗണോ, പ്രളയകാലത്തെ മേഘക്കൂട്ടങ്ങൾ. വർഷതി, വർഷിക്കുന്നു, മഴ പൊഴിക്കുന്നു. ശതം സമാഹ, സമാഹ എന്ന് വെച്ചാൽ വർഷം. ശതം സമാഹ എന്ന് വെച്ചാൽ 100 വർഷം. 100ഓളം വർഷങ്ങൾ അടുപ്പിച്ചു മഴ പെയ്തുകൊണ്ടേയിരിക്കും. മഴയില്ലാത്ത ദിവസം ഉണ്ടാവില്ല. എല്ലാ ദിവസവും മഴ കാണും. മഞ്ഞുകാലമായാലും വേനൽക്കാലമായാലും മഴക്കാലമായാലും ഏത് കാലമായാലും എല്ലാ ദിവസവും മഴ പെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ശതം സമാഹ വർഷതി സ്മ, 100ഓളം വർഷങ്ങൾ കൽപ്പാന്തകാലത്തിലെ പ്രളയത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഒന്നിച്ചു വന്ന് മഴ പൊഴിച്ചുകൊണ്ടേയിരിക്കും. ധാരാഭിഹി, മഴത്തുള്ളികളാൽ. ഹസ്തിഹസ്താഭിഹി, ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ഇതാണ് തുമ്പിക്കൈ വണ്ണത്തിലുള്ള മഴ എന്ന് നമ്മൾ പറയുന്നത്. ഭാഗവതത്തിലെ വരി കഥ എടുത്തിട്ടാണ്. ഹസ്തി ആന, ഹസ്തം എന്റെ കൈ, ആനയുടെ കൈ എന്താണ്? തുമ്പിക്കൈ. ഹസ്തിഹസ്താഭിഹി, ആനയുടെ തുമ്പിക്കൈ വണ്ണത്തിലുള്ള ധാരാഭിഹി, മഴകളാൽ. ലീയതേ സലിലേ വിരാട്, അതുകൊണ്ട് സലിലെ വെള്ളത്തിൽ ഈ വിരാട്ട്, ഈ ബ്രഹ്മാണ്ടം ലീയതേ ലയിക്കുന്നു. 100 സംവത്സരം ഒരുപോലെ സൂര്യോഷ്ണം കൊണ്ട് ലോകം ദഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രളയകാലത്ത് ഉണ്ടാക്കി തീർക്കുന്ന മേഘസമൂഹങ്ങൾ ആനയുടെ തുമ്പിക്കൈ പോലെ മഴ പൊഴിച്ചുകൊണ്ട് 100 വർഷം ഒരുപോലെ വർഷം. അപ്പോൾ ഈ ബ്രഹ്മാണ്ടം എന്ന ഈ പ്രപഞ്ചം വെള്ളത്തിലേക്ക് മുഴുകിയിരിക്കും. പിന്നെ കാണാൻ പറ്റില്ല, വെള്ളം മാത്രമേ കാണുള്ളൂ. അതാണ് ലയിക്കും എന്ന് പറഞ്ഞത്. സാമ്പർത്തകോ മേഘഗണോ വർഷതി സ്മ ശതം സമാം
ധാരാഭൃഹസ്തിഹസ്താഭിർ ലീയത്തെ ഫരലേ വിരാട് സാമ്പർത്തവോ മേഘഗണോ വർഷതിസ്മശതം സമാ ധാരാഭൃഹസ്തിഹസ്താഭിർ ലീയത്തെ ഫരലേ വിരാട് തതോ വിരാജമുത്സൃജ്യ വൈരാജപുരുഷോ നൃപാം അവ്യക്തം വിശദേ സൂക്ഷ്മം നിരിന്ധനൈവാനലാം. അങ്ങനെ കാലം വരുമ്പോൾ ഉണ്ടാകും എന്നാണ് കാണുന്നില്ല. എന്താണ്, 1000 വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അങ്ങനെ കാലം വരുമ്പോൾ തതോ അപ്പോൾ വിരാജം വിരാട്ടിനെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് വൈരാജ പുരുഷോ നൃപ വിരാട് പുരുഷൻ ഹേ നൃപ എന്നുള്ള രാജാവിനെ സംബോധന ചെയ്ത വിരാട്ടിനെ ഉപേക്ഷിച്ച് ആ വിരാട് പുരുഷൻ ആദ്യം സൃഷ്ടിയിൽ ഉണ്ടായത്, ആദ്യത്തെ സൃഷ്ടി വിരാട് പുരുഷനാണ്. ആ വിരാട് പുരുഷനാണ് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും തൻ്റെ ഉള്ളിൽ വഹിച്ച് ഹിരണ്യഗർഭൻ എന്നൊക്കെ വിളിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ആവിർഭവിച്ച ഒരു ചൈതന്യത്തിന് പേരാണ് വിരാട്. നന്നായിട്ട് വെട്ടിത്തിളങ്ങി ശോഭിക്കുന്ന ഒരു ചൈതന്യം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉൾക്കൊണ്ടു നിൽക്കുന്ന പുരുഷനെ വിരാട് പുരുഷൻ എന്ന് വിളിക്കും. ആ വിരാട് പുരുഷൻ ഈ വിരാട്ടിനെ എന്ത് ചെയ്യും? പതുക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഏതുപോലെയാണ്? അവ്യക്തം വിശദേ സൂക്ഷ്മം നിരിന്ധനൈവാനലാം. നിരിന്ധനഃ അനലഹ ഇവ, കത്തിത്തീർന്ന അഗ്നി പോലെ, ഇന്ധനങ്ങളില്ലാത്ത അഗ്നി പോലെ. നിരിന്ധനഃ, അഗ്നിക്ക് കത്തണമെങ്കിൽ എന്ത് വേണം? ഇന്ധനം വേണം. ഒരു ഇന്ധനമില്ലാതെ അഗ്നി നിൽക്കത്തേയില്ല. അതിന് ഏതെങ്കിലും അതിനെ കത്തിക്കാനുള്ള ഒരു വസ്തു, ഒരു പദാർത്ഥം അഗ്നിക്ക് വേണം. അല്ലെ അഗ്നി ഉണ്ടെന്നിങ്ങനെ അറിയും. അരണിക്കമ്പില്, സാമ്പ്രാണിയില്, തിരിയില്, അല്ലെങ്കിൽ എന്താണ് വിറകുള്ളിയിൽ എവിടെയെങ്കിലും അഗ്നി നിൽക്കാൻ പറ്റുള്ളൂ. അതില്ലെങ്കിലോ? അതില്ലെങ്കിൽ പിന്നെ അഗ്നി താനേ ഇല്ലാണ്ടാവും. അഗ്നിയുണ്ട്, പക്ഷെ എന്തില്ല? അതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിറക് ഇല്ല. അതുപോലെ വിരാട് പുരുഷന്റെ ഒരു വിറകായിരുന്നു ഈ പ്രപഞ്ചം മുഴുവൻ. വിരാട് പുരുഷൻ എപ്പോൾ ഈ പ്രപഞ്ചം വെള്ളത്തിലേക്ക് ലയിച്ച് ഇല്ലാണ്ടായോ, എപ്പോൾ ഇന്ധനമില്ലാണ്ടായോ, അപ്പോൾ അഗ്നി താനെ ഉപശമിക്കും. അപ്പോൾ വിരാട് പുരുഷൻ ഈ ബ്രഹ്മാണ്ടത്തെ പരിത്യജിക്കും, ഉപേക്ഷിക്കും. എന്നിട്ടോ അവ്യക്തം സൂക്ഷ്മം വിശദേ, സൂക്ഷ്മമായ അവ്യക്തത്തിലേക്ക് പ്രവേശിക്കും. അത് ഈ നാളത്താണ് ഉണ്ടായത്. നേരത്തെ സൃഷ്ടി പല പ്രാവശ്യം പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കേട്ടതാണിത്. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കാലാത്മകമായ ഒരു ചലനമാണ്. അതിൽ നിന്നും മഹാൻ മഹത്വമുണ്ടായി, അതിൽ നിന്നും അവ്യക്തമുണ്ടായി, അതിൽ നിന്നും ധ്രുവങ്ങളുണ്ടായി എന്നിങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് അവ്യക്തമായ ആ സൂക്ഷ്മതയിലേക്ക് വിശദയെ പ്രവേശിക്കും. അഗ്നി സൂക്ഷ്മതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ധനം തീർന്നാൽ പിന്നെ ജ്വാല കാണത്തില്ല, ചാരം മാത്രം അവിടെ കിടക്കും. തീയോടെ പോയി ആവോ കണ്ടില്ല, കത്തി തീർന്നു, തീ പോയി. തീ എവിടെ പോകാന? ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത 2 അരണിക്കുമ്പോൾ കൂട്ടിയരച്ചോളൂ, അതിനകത്ത് എന്ത് വരും? തീ വരും. അപ്പൊ തീയ് അവ്യക്തമെന്നൊരു സൂക്ഷ്മതയിലേക്ക് എപ്രകാരം ലയിച്ചിരുന്നുവോ അതുപോലെ വിരാട് പുരുഷൻ തൻ്റെ വൈരാജമായി ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മതയിലേക്ക് ലയിച്ചു തരും. അപ്പോൾ തതോ വിരാജമുത്സൃജ്യ വൈരാജ പുരുഷോ നൃപാം അവ്യക്തം വിശദേ സൂക്ഷ്മം നിരിന്ധനൈവാനലാം. തതോ വിരാജമുത്സൃജ്യ വൈരാജ പുരുഷോ നൃപാം അവ്യക്തം വിശദേ സൂക്ഷ്മം നിരിന്ധനൈവ അനലാം. ഓരോരുത്തർക്കും ഓരോ അധികാരം കൊടുക്കും, ജോലികൾ. ആ ജോലി പൂർത്തിയാക്കിയാൽ അയാൾ ഇന്ന് എന്ത് ചെയ്യണം? റിട്ടയർ ആവണം. പിന്തിരിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ തിരിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ.
അതുപോലെ ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന കാലം, അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് കാലം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പം എന്ത് ചെയ്യണം? പിന്തിരിഞ്ഞു പോവുക തന്നെ ചെയ്യണം. അതുപോലെയാണ് ഈ ലോകത്തിൽ അവ്യക്തമെന്ന ഒരു ശബ്ദം കൊണ്ട് പറയപ്പെടുന്ന ബ്രഹ്മത്തിലേക്ക് ഈ ബ്രഹ്മാവ് കൂടി ലയിച്ചു. ബ്രഹ്മാവ് കൂടി ഉണ്ടാവില്ല. ബ്രഹ്മാവിനെ ഏൽപ്പിച്ച ജോലി സൃഷ്ടികർമ്മം ചെയ്യാനാണ്. അതെപ്പോ തീരുന്നോ അപ്പൊ ബ്രഹ്മാവിന് എന്താണ് പിന്തിരിഞ്ഞു പോയല്ലേ പറ്റൂ. അതുകൊണ്ട് ഉപാധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വസ്തു നിലനിൽക്കില്ല. അതുപോലെയാണ് അത് പ്രകൃതിയിലേക്ക് ലയിക്കും. ഇനിയും എന്ത് ചെയ്യാം? ഉൽപ്പത്തി ഉണ്ടാകും. ഈ അഗ്നി എപ്രകാരമാണോ ഈ പ്രകൃതിയിലേക്ക് ലയിച്ച് സൂക്ഷ്മമായി അദൃഷ്ടമായി ഈ പ്രപഞ്ചത്തെ നിലനിൽക്കുന്നത്, ഇനിയും അടുത്ത ഒരാവശ്യം വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അത് കത്തികയറി വരും. ഇതുപോലെയാണ് ഉപാധിയെ ആശ്രയിച്ചിട്ടുള്ള പ്രകാശം. ഉപാധി ഉള്ളപ്പോൾ മാത്രം, അല്ലാത്തപ്പോൾ നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെ പ്രപഞ്ചം നശിച്ചാൽ അതിനെ ആശ്രയിക്കുന്ന ബ്രഹ്മാവിന് നാശം ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷെ നാശമല്ല, ബ്രഹ്മാവിനെ സംബന്ധിച്ച് ലയമാണ്, അതിന് പേര് മോക്ഷം എന്നാണ്. തതോ വിരാജം സൃജ്യ വൈരാജം പുരുഷോതപാം അവ്യക്തം വിശദേ സൂക്ഷ്മം നിരിന്ധനൈവാനലാം വായുനാഹതഗന്ധാഭൂ ഫല്ലത്വായ കൽപ്പതേ ഫല്ലം തദ്ഹൃതരസം ജ്യോതിഷ്ട്വായ പ്രകൽപ്പതേ. എങ്ങനെയാണ് ഈ ലയം എന്ന് വിസ്തരിച്ച് പറയാം. പഞ്ചഭൂതങ്ങളിൽ വായുവിനാൽ ഭൂമി ഫലിലത്വായ കൽപ്പതേ. വായു കൊണ്ട് ഈ ഭൂമി ഫലിലത്വായ വെള്ളമായിരിക്കുന്നതിനായിക്കൊണ്ട്, വെള്ളത്തിന്റെ അവസ്ഥയ്ക്കായിക്കൊണ്ട് കൽപ്പതേ ഭവിക്കുന്നു. വായുവിന ഹൃതഗന്ധഭൂഹു ഭൂഹു, വായു കൊണ്ട് ഗന്ധം അപഹരിക്കപ്പെട്ടതായ ഭൂമി ഫലിലത്വായ കൽപ്പതേ വെള്ളത്തിനായിക്കൊണ്ട് കൽപ്പിക്കപ്പെടുന്നു. ഫലിലമാകട്ടെ തത് ഹൃതരസം, തദ്ഹൃതരസം, ആ രസം ധരിച്ചിട്ട് ജ്യോതിഷ്ട്വായ ഉപകൽപ്പതേ ജ്യോതിസിനായിട്ട് കൽപ്പിക്കപ്പെടുന്നു. ഇത് അതിന്റെ ഒരു തത്വരഹസ്യം പറയാൻ പുറപ്പെട്ടതാണ്. വിരാട്ടിന്റെ നമ്മൾ അല്പം മുമ്പ് കണ്ട വിരാട് പുരുഷൻ ഉപേക്ഷിച്ചു പോയ ഈ വൈരാജം എന്ന ഈ ഹിരണ്യഗർഭം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം, അത് ലയിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കഴിയുമ്പോൾ വെള്ളത്തിൽ മുങ്ങിയാണ് ഈ ഭൂമി നിൽക്കുന്നത്, പ്രപഞ്ചം നിൽക്കുന്നത് എന്ന് പറഞ്ഞു. വിരാട്ടിനും കാരണമായ മഹത്തത്വം മുതൽ പൃഥ്വി വരെയുള്ള എല്ലാത്തിൻ്റെയും ലയം ഒന്നും വിവരിക്കാൻ പോവാണ്. ഇപ്പൊ സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് ആകാശമായിരുന്നു. ആകാശം, വായു, പിന്നെന്താണ് അഗ്നി എന്നിങ്ങനെ ഒരടുക്കിൽ വന്നിട്ട് ഏറ്റവും ഒടുവിൽ ഭൂമിയിലാണ്. ഇനിയും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും ഈ ക്രമത്തിൽ അങ്ങോട്ട് പോകണം. ഭൂമി മുതൽ മുകളിലേക്ക് പോകണം. എങ്ങനെ ഇങ്ങോട്ട് വന്നോ അതേ ക്രമത്തിൽ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകണം. എങ്ങനെ ഓരോന്നും ലയിക്കുന്നു എന്ന് കാണിക്കാൻ പോവാണ്. ഇതിനെയാണ് പ്രളയം എന്ന് വിളിക്കുന്നത്. പ്രകർഷേണ ലയത്തെ എന്നാണ്. നന്നായി ഒന്നൊന്നിലേക്ക് ലയിച്ചു ചേരൽ. അങ്ങനെ ഒന്നാമതായി ഉണ്ടായത്, ആദ്യമുണ്ടായത് രണ്ടാമതൊന്നുണ്ടാകാൻ കാരണമായി. അപ്പൊ ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാരണം, ഈ രണ്ടാമത്തെ കാരണം മൂന്നാമത്തേന് കാരണമാകും. അപ്പൊ ഇത് കാര്യമാകും എന്നിങ്ങനെ അടുക്കനുസരിച്ച് ഓരോ കാരണങ്ങളും കാര്യത്തിലേക്ക് ലയിച്ച് ലയിച്ച് ഇല്ലാണ്ടാകും. ഇതിനാണ് ക്രമലയം എന്നൊരു പേരുണ്ട്. ഈ പ്രളയത്തില് ഒരു ഒന്നാമത്തെ വിഷയം ക്രമലയം എന്നാണ്. അതിന്റെ ക്രമം അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, അത് ലയിച്ചു പോരാൻ. ആദ്യം ഉണ്ടായത്
വന്ന് അവസാനം ഉണ്ടായതിലേക്ക് തീരും. എന്നിട്ട് അവസാനം ഉണ്ടായിരുന്നാൽ മുകളിലേക്ക് ലയിച്ച് ലയിച്ച് ഇല്ലാതാകും. അപ്പം ഇതിന്റെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഗുണമാണ്. ഭൂമിയുടെ ഗുണം എന്താണ്? ഗന്ധമാണ്. ഗന്ധവതി പൃഥ്വി എന്ന് ശാസ്ത്രങ്ങളൊക്കെ പറയും. ഗന്ധമാണ് അതിന്റെ ലക്ഷണം. അതാണ് ഏറ്റവും അവസാനം ഉണ്ടായത്. ആ വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ നിന്ന് വേർതിരിച്ച് കാട്ടുന്ന ലക്ഷണത്തിന്റെ പേരാണ് വ്യാവർത്തക ഗുണം എന്ന് പറയുന്നത്. മറ്റ് ഭൂതങ്ങൾക്കില്ലാത്ത ഭൂമിക്കുള്ള ഗുണമാണ് ഗന്ധം. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. അതില് ഇപ്പൊ നമ്മൾ പറഞ്ഞ അടുക്ക് പൃഥ്വിയാണ്. ഇനിയും വരാൻ പോകുന്ന പൃഥ്വിയോടില്ല. ഓരോന്നിനും ഓരോ ഗുണമാണ്. പൃഥ്വിയുടെ ഗുണം തത്ര ഗന്ധവതി പൃഥ്വി, അത് മറ്റൊന്നിനുമില്ല. അത് ഗന്ധം ആ പൃഥ്വിയുടെ സൂക്ഷ്മ ഗുണമാണ്. പൃഥ്വി, ഭൂമി എന്നുള്ളത് സ്ഥൂലത. ആ സ്ഥൂലതയിൽ അടങ്ങിയിരിക്കുന്ന ഗുണം ആണ് സൂക്ഷ്മമായ ഗന്ധം. അപ്പൊ ഈ ഗന്ധം നശിച്ചാൽ സ്ഥൂലമായും സൂക്ഷ്മമായിരിക്കുന്ന ഭൂതത്വം നശിക്കും. ഇങ്ങനെ പഞ്ചഭൂതങ്ങളും ഓരോന്നായിട്ട് വസ്തുക്കൾ നശിച്ച് അതിന്റെ ഗുണം നശിച്ച് ലയിച്ച് ലയിച്ച് പ്രളയകാലത്തിൽ എന്ത് ചെയ്യും? ഒന്നിലേക്ക് തന്നെ ചെന്നു ചേരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രളയകാലത്തിൽ ഘോരമായ കൊടുങ്കാറ്റടി. ആ കാറ്റ് ഗന്ധത്തെ അപഹരിച്ചു കൊണ്ടുപോകും. അത് വായുവിന്റെ സ്വഭാവമാണ്. അങ്ങനെ പ്രളയവായു കൊണ്ട് ഗന്ധം അപഹരിക്കപ്പെടുമ്പോൾ ഭൂമി ഇല്ലാണ്ടാകും. ഗന്ധമില്ലെങ്കിൽ ഭൂമിയില്ല. ഗന്ധവതി പൃഥ്വി എന്ന് പറഞ്ഞത് ഭൂമിയും ഗന്ധവും ഒന്നിച്ചേരിക്കുള്ളൂ. പൂവിന്റെ നിറവും പൂവും ഒന്നിച്ചേരിക്കുള്ളൂ. പക്ഷെ എന്താണ്? പൂവിന്റെ നിറം എന്നുള്ളത് വൈവിധ്യമാണ്. ഒന്നിന് ചുവപ്പുണ്ട്, ഒന്നിന് പച്ചയുണ്ട്, ഒന്നിന് കറുപ്പുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് പലതാണ്. പക്ഷെ ഈ പലത് അതാത് പൂവിനോട് ചേർന്നേ നിൽക്കുള്ളൂ. അതുപോലെ ഭൂമിയോട് ചേർന്നേ ഭൂമിയുടെ ഗുണം നിൽക്കത്തുള്ളൂ. എന്താണ്? ഗന്ധവത്വം. കാറ്റ് വന്ന് ഈ ഗന്ധത്തെ അപഹരിച്ചു കൊണ്ടുപോയാൽ, കാറ്റാണല്ലോ ഗന്ധത്തെ, മണത്തെ കൊണ്ടുപോകുന്ന കാറ്റാണ്. കാറ്റിലൂടെയാണ് മണം പറന്നു പോകുന്നത്. കാറ്റില്ലെങ്കിൽ മണമൊന്നും അറിയത്തില്ല. അങ്ങനെ പ്രളയകാലത്തെ കൊടുങ്കാറ്റ് വന്ന് ഈ ഭൂമിയുടെ ഗന്ധം അപഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഭൂമി എങ്ങനെ നിലനിൽക്കും? ഭൂമിയില്ലാണ്ടാകും. അപ്പൊ പിന്നെ എന്തുമാത്രം? ജലം മാത്രം. ഇപ്പം ആദ്യത്തെ അവസാനത്തെ ഭൂതമായ പഞ്ചഭൂതങ്ങളിൽ അവസാനത്തേതായ ഭൂമി ജലത്തിലേക്ക് വെച്ചു. ജലം മാത്രമേ കാണത്തുള്ളൂ. ഭൂമി കണ്ടെങ്കിലല്ലേ ഭൂമി എന്ന് പറയാൻ പറ്റുമോ? കാണത്തില്ല. അതുകൊണ്ട് ഭൂമി ജലത്തിൽ ലയിച്ചു എന്ന് വ്യവഹരിക്കുന്നത് കൊണ്ടാണ്. കാണാതിരിക്കുന്നത് കൊണ്ട് അത് വഴിക്ക് ലയിച്ചു, അത് ജലത്തേക്ക് ലയിച്ചു. ഭൂമിയുടെ ഗന്ധത്തെ അപഹരിച്ചു കൊണ്ടുപോയ പ്രളയകാലത്തെ കൊടുങ്കാറ്റ് ജലത്തിന്റെ മീതെ ഘോരമായി വീശിക്കൊണ്ടേ. അങ്ങനെ ഭൂമിയുടെ ഗുണം നശിക്കും. അങ്ങനെ ഈ ഭൂമി എന്ന ഒരു വസ്തു വെള്ളത്തിലേക്ക് ലയിച്ച് ഇരിക്കുന്ന അവസ്ഥ. ഇനിയും അതാണ് ഇതുവരെ പറഞ്ഞത്. വായുന ഹൃതഗന്ധഭൂഹു ഫല്ലത്വായ കൽപ്പതേ ഫലിരം തദ്ഹൃതരസം ജ്യോതിഷ്ടുവായ കൽപ്പത. ഘോരമായി ജലത്തിന്റെ മീതെ വീശുന്ന ഭയങ്കരമായ കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ് കൊണ്ട് ജലത്തിന്റെ ഗുണമായ രസം നശിക്കും. ഗന്ധവതി പൃഥ്വി എന്ന് പറഞ്ഞ പോലെ രസമാണ് വെള്ളത്തിന്റെ ഗുണം. ജലത്തിന്റെ ഗുണം രസമാണ്. ആ ജലത്തിന്റെ ഗുണമായ രസം ഈ കാറ്റ് അപഹരിച്ചു കൊണ്ടുപോകും. അപ്പൊ പിന്നെ ആരില്ലാണ്ടാകും? ജലമില്ലാണ്ടാകും. നല്ല പ്രതാപത്തോടെ ജ്വലിക്കുന്ന ഒരു ചൂട് മാത്രം അവശേഷിക്കും, വെള്ളമില്ലാണ്ടാവും. അതാണ് തേജസ്. അപ്പം
ഈ ജലം ഇപ്പോൾ എവിടേക്ക് ലയിച്ചു? ജ്യോതിഷ്ഠമായ കൽപ്പതേ, ജ്യോതിസിലേക്ക് ലയിച്ചു. വായു കൊണ്ട് ഗന്ധം അപഹരിക്കപ്പെട്ട ഭൂമി വെള്ളത്തിലേക്ക് ലയിച്ചു. വെള്ളത്തിന്റെ രസം കാറ്റ് അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ വെള്ളം ഒരു ജ്യോതിസായി മാത്രം ഒരു തിളക്കമായിട്ട് മാറി. ജ്യോതിഷ്ഠവുമായ കൽപ്പന. വായുവിനാ ഹൃതഗന്ധാഭൂ ഫലിലത്വായ കൽപ്പതേ, ഫലിലം തദ്ധരസം ജ്യോതിഷ്ഠ്വായോപകൽപ്പതേ. വായുവിനാ ഹൃതഗന്ധാഭൂ ഫലിലത്വായ കൽപ്പതേ, ഫലിലം തദ്ധരസം ജ്യോതിഷ്ഠ്വായോപകൽപ്പതേ. ഹൃതരൂപം തുതംസാം വായോ ജ്യോതി പ്രലീയതേ, ഹൃതസ്പർശോവകാശേന വായുർനഭഫിലീയതേ. കാലാത്മനാ ഹൃതഗുണം നഭ ആത്മനിലീയതേ. ഹൃതരൂപം തുതംസാം, ഇരുട്ടുകൊണ്ട് അപഹരിക്കപ്പെട്ട രൂപത്തോടു കൂടിയ അഗ്നി. അഗ്നിയുടെ ശത്രുവാണ് ഇരുട്ട്. അപ്പം അഗ്നിയുടെ സ്വരൂപത്തെ അപഹരിക്കപ്പെട്ട ഇരുട്ടുകൊണ്ട് തംസ ഹൃതരൂപം അഗ്നി വായു ജ്യോതി പ്രലീയതേ. ആ ജ്യോതിസ് വായുവിലേക്ക് ലയിക്കും. ഭൂമി വെള്ളത്തിലേക്കായി, വെള്ളം എവിടേക്കായി? ജ്യോതിസിലേക്കായി. ജ്യോതിസ് എവിടേക്കായി? വായുവിലേക്കിലേക്ക്. വായു ജ്യോതി പ്രലീയതേ, വായുവിൽ ജ്യോതിസ് ലയിക്കുന്നു. ഹൃതസ്പർശോ അവകാശേന, സ്പർശം അപഹരിക്കപ്പെട്ട കാറ്റ്. ഇനി അടുത്തത് വായുവിന്റെ, കാറ്റിന്റെ ഗുണം എന്താണ്? സ്പർശത്വം വായുവുള്ള ലക്ഷണം. വായു ഉള്ളപ്പോൾ മാത്രമേ സ്പർശിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വായു ലക്ഷണം സ്പർശതയാണ്. അപ്പോൾ അങ്ങനെ വായുവിന്റെ ആ സ്പർശിക്കപ്പെടുന്ന ഗുണം പതുക്കെ ലയിച്ചു പോകുമ്പോൾ ആ വായു നഭഫി ലീയതേ, ആകാശത്തിലേക്ക്. ഹൃതരൂപം തു തമസ വായു ജ്യോതി പ്രളീയതേ. അഗ്നിയുടെ ഗുണം രൂപമാണ്. രൂപം ഇല്ലാതായപ്പോൾ എന്തുകൊണ്ട്? ഇരുട്ട് വ്യാപരിച്ചു. ഇരുട്ടുകൊണ്ട് ഈ പ്രകാശത്തെ പരാജയപ്പെടുത്തിയപ്പോൾ ഇരുട്ടിൽ രൂപം കാണാൻ പറ്റുമോ? ഇല്ല. നല്ല ഇരുട്ടാണ്, ഒന്നും ഒരു രൂപവും കാണത്തില്ല. അങ്ങനെ ഇരുട്ട് കൊണ്ട് വന്നപ്പോൾ അഗ്നിയുടെ രൂപം എന്ന ഗുണം നഷ്ടമായി. അഗ്നിയുടെ രൂപം എന്ന ഗുണം നഷ്ടമായപ്പോൾ പിന്നെ അഗ്നി വായുവിലേക്ക് ലയിക്കും. വായുവാകട്ടെ, വായുവിന്റെ സ്പർശഗുണം ഈ വായുവിൽ കൂടി തന്നെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് ആകാശമെന്ന അന്തരീക്ഷത്തേക്ക് ലയിച്ചു. കാലാത്മനാഹൃതഗുണം നഭ ആത്മനിലീയതേ. കാലാത്മാവായ ഈശ്വരന്റെ അപഹരിക്കപ്പെട്ട ശബ്ദം എന്ന ഗുണത്തോടു കൂടിയ ആകാശം ആത്മനി താമസ അഹങ്കാരത്തിൽ ലീയതേ ലയിക്കും. ശബ്ദഗുണകം ആകാശം, ആകാശത്തിന്റെ ഗുണം ശബ്ദ. അപ്പം എന്താണ്? വായു ഈ ശബ്ദഗുണത്തെ അപഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാശം അശേഷിയും. ആ ആകാശം ആത്മാവിൽ താമസാഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. നേരത്തെ സൃഷ്ടി പറഞ്ഞപ്പോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. താമസം, രാജസം, സാത്വികം എന്ന് മൂന്നിരത്തിലുള്ള അഹംബോധത്തിൽ നിന്നാണ് മൂന്നിരത്തിലുള്ള സൃഷ്ടി ഉണ്ടായത് പറഞ്ഞു. അതിൽ താമസാഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. എവിടെ നിന്നുണ്ടായോ അവിടേക്ക് തന്നെ ലയിച്ചു. ഉണ്ടായതുപോലെയല്ല, തിരിച്ചാണ്. ഉണ്ടായത് ആദ്യം ആകാശം, കഴിഞ്ഞ വായു, അതിൽ നിന്ന് അഗ്നി, പിന്നെ ജലം, പിന്നെ ഭൂമി. ഇപ്പൊ തിരിച്ച് ഭൂമി, ജലം, അഗ്നി,
ആൻഡ് വായു, ആകാശം. ഇങ്ങനെ തിരിച്ച് എന്ത് ചെയ്തു? അതിലേക്ക് എല്ലാം ലയിക്കപ്പെടുന്നു. ഇതാണ് പ്രളയം എന്ന വാക്കിന്റെ അർത്ഥം. എങ്ങനെയാണ് പ്രളയം സംഭവിക്കുന്ന ഭാഗവതം ഇത്രയാണ് വിസ്തരിച്ച് പഠിക്കുന്നത്. കൽപ്പാന്ത കാലത്ത് പ്രളയം ഉണ്ടാകുമെന്നറിയാം. നമ്മൾ വിചാരം വെള്ളപ്പൊക്കമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതെ, വെള്ളം കൊണ്ട് ഭൂമി മുങ്ങും. പക്ഷെ അവിടെ സംഭവിക്കുന്ന അത് മാത്രമല്ല, അങ്ങനെ ഭൂമി മുങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഗുണം പോകും, വായുവാകും, വായുവിന്റെ ഗുണം പോകും, അഗ്നിയാകും, അഗ്നിയുടെ ഗുണം പോകും, വായുവാകും, വായുവിന്റെ ഗുണം പോകും, ജലമാകും, എന്താണ് ഈ ആകാശമാകും, ആകാശത്തിന് ഗുണം പോകും, പിന്നെ തന്നിലേക്ക് ലയിക്കും. അതുകൊണ്ട് ഈ പ്രളയകാലത്ത് മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അഗ്നിയും ഇല്ലാതെ ആയപ്പോൾ വായു മാത്രം അവശേഷിക്കുന്നു. ആ അഗ്നിയുടെ തേജസ് വായുവിൽ ലയിച്ചു എന്നപ്പോ പറയാം. എല്ലാ വസ്തുക്കളും ലയിച്ച പിന്നെ പരസ്പരം സ്പർശിക്കാൻ പറ്റത്തില്ലാത്തൊന്ന് സ്പർശഗുണം ഇല്ലാണ്ടായി. അപ്പോൾ ആ സ്പർശഗുണവും എന്ത് ചെയ്തു? വായു എന്ന ആകാശത്തിലേക്ക് ലയിച്ചു. തിരികഴിഞ്ഞ് വിളിക്കാം. ആകാശത്തിലെ ഗുണം ശബ്ദമാണ്. അത് കാലം അപഹരിക്കപ്പെട്ടപ്പോൾ വായുവില്ല. ഇനിയുള്ള എന്തേ ഉള്ളൂ? ആകാശത്തിന് ഗുണം കാലം അപഹരിച്ചു. അപ്പൊ അത് ആ ശബ്ദമാകുന്ന ഗുണത്തോടുകൂടി താമസാകാരത്തിൽ ലയിച്ചു. അങ്ങനെ ശബ്ദം കാലം കൊണ്ട് നശിക്കുന്നു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളും ഇല്ലാതായി എന്ന് പറയുന്നവരെ ആണ് സാമാന്യമായി നമുക്ക് അർത്ഥം ധരിക്കാം. ഈ ലക്ഷണങ്ങളാണ് ഗന്ധം ആദികളായ സൂക്ഷ്മതത്വങ്ങളും ഇല്ലാതെയായി. ഇനിയുള്ളത് ഈ താമസാഹങ്കാരം മാത്രമാണ്. ഇതിൽ തമോ ഗുണം ധാരാളം ഉള്ളത് കൊണ്ട് ആണ് അതിന് താമസാഹങ്കാരം എന്ന് പേര് കൊടുത്തത്. ഓരോ ശരീരത്തിലും ഞാൻ എന്ന് അഭിമാനിക്കുന്ന ആ സമഷ്ടി ശരീരത്തെ അവലംബിച്ചാണ് സകല ഗുണങ്ങളും അഭിമാനത്തിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന് പേരുമായി. ആകാശം ഈ അഹങ്കാരത്തിലാണ് ചെന്ന് ലയിച്ചത്, അതിന് നശിച്ചത്. ഈ താമസാഹങ്കാരത്തിൽ ആണ് സൂക്ഷ്മരൂപേണ പൃഥ്വിയാദികളായ പഞ്ചഭൂതങ്ങളും ഉണ്ട്. തീരെ നശിച്ചിട്ടില്ല, സൂക്ഷ്മഭാവത്തിൽ ലയിക്കുകയാണ് ചെയ്തത്. ലയിച്ചു നിൽച്ചാൽ അതിലേക്ക് ചേർന്ന് നിന്നർത്ഥം. അങ്ങനെ ഇനിയും അത് എപ്പോഴാണോ ഉദ്ഭവിക്കേണ്ടത് ആ കാലം വരുമ്പോൾ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ലയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ലയത്തിനും ഉത്ഭവത്തിനും കാലം എന്നാണ് പേര്. ജീവജാലങ്ങളുടെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ഒടുങ്ങുമ്പോൾ വീണ്ടും പഞ്ചഭൂതങ്ങളിലൂടെ ജീവജാലങ്ങൾ ഈ പ്രകൃതിയിലേക്ക് ഉണ്ടായിപ്പെടും. അതാണ് സൃഷ്ടി. അപ്പൊ സൃഷ്ടിയും പ്രളയവും എന്താണെന്ന് വർണ്ണിക്കാൻ പുറപ്പെട്ടതാണ്. ഹൃതരൂപം ദുതംസാം വായോ ജ്യോതി പ്രലീയതേ ഹൃതസ്പർശോവകാശേന വായുർനഭഫിലീയതേ കാലാത്മനാഹൃതഗുണം നഭ ആത്മനിലീയതേ ഹൃതരൂപം ദുതംസ വായോ ജ്യോതി പ്രലീയതേ ഹൃതസ്പർശോവകാശേന വായുർനഭഫിലീയതേ കാലാത്മനാഹൃതഗുണം നഭ ആത്മനിലീയതേ ഇന്ദ്രിയാണി മനോബുദ്ധിസ്സഹ വൈകാരികേർനൃപ പ്രവിശന്തി ഹ്യഹങ്കാരം സ്വഗുണൈരഹമാത്മനി. ഇന്ദ്രിയാണി മനോ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് വൈകാരികൈഹി നൃപ, വൈകാരികങ്ങളോടുകൂടി, വൈകാരികങ്ങളോടുകൂടി ദേവന്മാരോടുകൂടി. വൈകാരിക സൃഷ്ടി ഉണ്ടാകുന്നത് ദേവസൃഷ്ടിയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സത്വാദി ഗുണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈകാരികങ്ങളായ ഗുണങ്ങൾ കൊണ്ട് ഹേ രാജാവേ പ്രവിശന്തിഹി അഹങ്കാരം സത്വഗുണേഹി അഹം ആത്മൻ.
അങ്ങനെ 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 സ്വഗുണൈഹി സ്വന്തം ഗുണങ്ങളെ കൊണ്ട് അഹം ആത്മനി അഹങ്കാരം ആത്മാവിൽ മഹത്വത്തിലേക്ക് ലയിക്കും. ഈ താമസാഹങ്കാരവും ഇന്ദ്രിയങ്ങളോടെ മനസ്സോടെ ബുദ്ധിയോടെ അതിൻ്റെ ഉത്ഭവിപ്പിക്കുന്ന കാരണമായ തിളക്കമാർന്ന ദേവസമൂഹത്തോടു കൂടി അഹങ്കാരത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ ഗുണം കൊണ്ട് സത്വാദികൾക്ക് കാരണമായ അഹം എന്നുള്ള ഭാവം തൻ്റെ ആത്മാവിലേക്ക്. അപ്പം ഈ താമസ അഹങ്കാരം വൈകാരികത്തോട് ചേർന്ന് ആത്മാവിലേക്ക് ലയിക്കും. സ്വഗുണ ആകുന്ന ആത്മാവിലേക്ക് ലയിക്കും. ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഒക്കെ രാജസാഹങ്കാരത്തെ പ്രവേശിക്കും. അതിൽ നിന്നാണ് ഇവരൊക്കെ ഉണ്ടായത്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ രാജസാഹങ്കാരത്തിനുണ്ടായതാണ്. സാത്വികാഹങ്കാരത്തിനാണ് ദേവന്മാരുണ്ടായത്. നേരത്തെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞാണ്. താമസാഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങൾ, രാജസാഹങ്കാരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, സാത്വികാഹങ്കാരത്തിൽ നിന്നും ദേവന്മാരെ, മനസ്സ്, ഇവകൾ ഉണ്ടായി. അപ്പം ഈ മനസ്സ് രാജസാഹങ്കാരത്തിലേക്ക് ഇന്ദ്രിയങ്ങളും ബുദ്ധിയും പ്രവേശിച്ചു താമസത്തിൽ നിന്നും. കാരണം താമസം ഇല്ലാണ്ടായപ്പോൾ താമസത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഞാനെന്ന ഭാവത്തെ ഇതിലേക്ക് ലയിപ്പിച്ചപ്പോൾ പിന്നെ എന്തായി? രാജസാഹങ്കാരം മാത്രമായി. ആ രാജസാഹങ്കാരവും സാത്വികാഹങ്കാരത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ ദേവന്മാരോട് ചേർന്ന് അത് ആത്മാവിലേക്ക് ലയിക്കുന്നു. താമസം, രാജസം, സാത്വികമെന്ന് 3 വിധ അഹങ്കാരത്തിൽ നിന്നാണ് തമസ്, രജസ്, സത്വം എന്ന 3 ഗുണങ്ങൾ ഉണ്ടായത്. അതിന് കാരണമായ ആ ഗുണത്തോടു കൂടി ഈ അഹങ്കാരം മഹത്വത്തിലേക്ക് ലയിക്കും. മഹത്വത്വം ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 3 ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഗുണങ്ങൾ സമമാണ്, തുല്യമാണ്. സത്വം, രജസ്, തമസ് ഒരുപോലെ ആകുമ്പോൾ നിശ്ചലമായി. അപ്പോൾ എല്ലാം ലയിക്കും. ഈ നിശ്ചലാവസ്ഥയിൽ ചെറിയ സ്പന്ദനം ഉണ്ടായാൽ ഒന്നിത്തിരി കൂടും. ഒന്നുകിൽ സത്വം, അല്ലെ രജസ്, അല്ലെങ്കിൽ തമസ്. അപ്പൊ സൃഷ്ടി ആരംഭിക്കും. ഈ പ്രളയം സമാവസ്ഥയാണ്. പ്രളയത്തിന്റെ ആത്യന്തികമായ അവസ്ഥ ഈ സമാവസ്ഥയാണ്. ഈ താമസാഹങ്കാരത്തിൽ ആകാശവും നാദവും, രാജസാഹങ്കാരത്തിൽ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും, സാത്വികാഹങ്കാരത്തിൽ ഇന്ദ്രിയത്തിന് അധിഷ്ഠാനമായ ദേവന്മാരോടുകൂടി മനസ്സിൽ ലയിക്കും. ക്രമമായ ഒരു പ്രളയത്തിന്റെ വർണ്ണന കൊണ്ടുവന്നാണ്. ഇന്ദ്രിയാണി മനോബുദ്ധിഫഹ വൈകാരികേ നൃപാം പ്രവിശന്തി ഹ്യഹങ്കാരം സ്വഗുണൈരഹമാത്മനി. ഇന്ദ്രിയാണി മനോബുദ്ധിഫഹ വൈകാരികേ നൃപാം പ്രവിശന്തി ഹ്യഹങ്കാരം സ്വഗുണൈരഹമാത്മനി. ഏഷാമായ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി ത്രിവർണ വർണ്ണിതാത്മാഭി കിം ഭൂയശ്രോതുമിച്ഛസി. ഏഷാമായ, ഈ മായ, ഭഗവത ഭഗവാന്റെ സർഗസ്ഥിത്യന്തകാരിണി, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമാണ് ഈ മായ. അത്രിവർണ, 3 വർണ്ണങ്ങളോട് കൂടിയിരിക്കുന്ന, അസ്മാഭിഹി വർണ്ണിത, ഞങ്ങളാൽ വർണ്ണിക്കപ്പെട്ടതായ ഈ മായ 3 വർണ്ണങ്ങളോടുകൂടി, സത്വ രജസ് തമോ ഗുണങ്ങളോടുകൂടി പദാർത്ഥങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ പേരാണ് മായ. ആ മായയെക്കുറിച്ച് അസ്മാഭി വർണ്ണിത, ഞങ്ങളാൽ വർണ്ണിക്കപ്പെട്ടില്ലേ. കിം ഭൂയ ശ്രോതുമിച്ഛസി, ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. കിം ഭൂയ ശ്രോതും ഇച്ഛസി, ഇനിയും എന്തെങ്കിലും കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് ഉത്തരം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്താണ് മായ. മായ അവസാനം എത്തിച്ചെന്ന ത്രിഗുണങ്ങൾ, സപ്തരജസ്തമസുകളാണ് മായ. അതുകൊണ്ടാണ് സൃഷ്ടി മുഴുവൻ.
അത് എപ്പോൾ ലയിക്കുന്നുവോ അപ്പോൾ എന്തായി? മായ ഇല്ലാണ്ടാകും, ശാന്തമാണ്, സമമാണ്. ഇവകൾ സമമായാൽ പിന്നെ മായയില്ല. അതിന് ഏറ്റക്കുറച്ചിൽ വന്നാൽ അപ്പം മായ ഉണ്ടാകും, പിന്നെ സൃഷ്ടി ആരംഭിക്കും. അതുകൊണ്ട് ഈ മായ എന്താണ് എന്ന് ഈ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ മായ തന്നെയാണ്. അത് ഉണ്ടാകുന്നതിനും നശിക്കുന്നതിനും കാരണം മായ തന്നെയാണ്. ഈ സത്വരജസ്തമസുകൾ സമമായി എവിടെ സ്ഥിതി ചെയ്യുന്നോ അത് ആരിലാണ്? ഭഗവാനിലാണ്. അപ്പോൾ മായ ഭഗവാനിൽ സ്ഥിതി ചെയ്യും. അവിടെ നിന്നും ഭഗവാന്റെ ഒരു ചെറിയ സ്പന്ദനം, ചലനം, കാലം കൊണ്ട് വീണ്ടും സൃഷ്ടി ആരംഭിക്കും. അതുകൊണ്ട് ഉൽപ്പത്തിലെ ക്രമത്തിൽ മായാസ്വരൂപം അങ്ങേ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു. അതുകൊണ്ട് രാജാവിന്റെ മുഖഭാവം കൊണ്ട് ഇവർക്ക് നവയോഗികൾക്ക് മനസ്സിലായി രാജാവിന് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് മുഖത്ത് നോക്കി പറയുമ്പോൾ മാത്രമേ മുഖത്തെ ഭാവം കൊണ്ട് ബോധ്യപ്പെട്ടു എന്നറിയാൻ പറ്റും. പക്ഷെ ദൈവാധീനുണ്ട്, എനിക്കത് പറ്റില്ല. നിങ്ങളുടെ ആരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയാം ഇത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദോഷം. നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ബോധ്യപ്പെട്ടു എന്നും അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവും. നവയോഗികൾ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി, നവയോഗികൾക്ക് മനസ്സിലായി രാജാവ് ഇതൊക്കെ. പക്ഷെ നമുക്കത് പറ്റില്ല. കാരണം ആരുടെയും മുഖം എനിക്ക് കാണാൻ പറ്റില്ല, ആരും ഒട്ടും കാണിക്കുകയില്ല. എന്റെ മുഖം എല്ലാവർക്കും കാണുകയില്ല. നിങ്ങളെ ആരുടെയും മുഖം ദൈവാധീനം കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല, ആരും കാണിക്കാറില്ല. അത് എന്നെ കാണിക്കാൻ ആർക്കും താല്പര്യമില്ല. അതുപോട്ടെ, ഞാൻ സ്ക്രീനിൽ നോക്കി വെറുതെ വിളിച്ചു പറയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാകാതെ പോകുന്നെങ്കിൽ സ്ക്രീനിന്റെ ദോഷമാണ് എന്ന് തന്നെ വിചാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ വിസ്തരിച്ച് അങ്ങേ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനിയും എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. അങ്ങനെ ചോദിക്കുമ്പോഴേ ബാക്കി പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നിർത്തി അത്രേ ഉള്ളൂ. രാജാവ് അത്തരം ബോധ്യപ്പെട്ടു. ഇനി രാജാവിന് എന്തെങ്കിലും ഉള്ള ആശങ്കയുണ്ട്, സംശയമെങ്കിൽ ചോദിക്കാം, ചോദിച്ചാൽ പറയാം. ഏഷാമായ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി ത്രിവർണ വർണ്ണിതാസ്മാഭിക്കും ഭൂയശ്രോതുമിച്ഛതീച്ഛഫീ. ഏഷാമായ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി ത്രിവർണ വർണ്ണിതാസ്മാഭിക്കും ഭൂയശ്രോതുമിച്ഛഫീ. ഇതിലാണോ സംശയമുണ്ടെന്ന് പറഞ്ഞത്? ഈ പഞ്ചഭൂതങ്ങളാണോ മായ എന്നപ്പോ ഉദ്ദേശിക്കുന്നത്? മായയിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. മായത്തെ ത്രിഗുണമാണല്ലേ ഇപ്പൊ പറഞ്ഞത്. അത് മറ്റ് സാത്വികം. അതെ, അതിൽ നിന്നാണല്ലോ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഉണ്ടായത്. ആ മായയിൽ നിന്നും ഉണ്ടാകുന്നതാണ് പഞ്ചഭൂതങ്ങൾ. സാർ, ഇവിടെ മായയില്ലെങ്കിൽ സൃഷ്ടിയില്ല എന്നുള്ളതാണ് സ്പഷ്ടമായിട്ട്. മായയെ ആശ്രയിച്ചിട്ടാണ് സൃഷ്ടി മുഴുവൻ നടത്തുന്നത്. അല്ലെങ്കിൽ സൃഷ്ടിയില്ല, പ്രളയം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ലയവും അങ്ങനെ തന്നെയാണ്. ഇതാണ് മായ സ്വരൂപം. എന്താണ് മായ? ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്പഷ്ടമായിട്ട് പറഞ്ഞു. ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തില്ല. ഈ ക്രമത്തിലുള്ള ലയം നമ്മൾ ഉപനിഷത്ത് പഠിച്ചപ്പോഴും ഇതുപോലെ തന്നെ ഇതൊക്കെ പഠിച്ചതായത്. അതെ, അത് ഉപനിഷത്തും എല്ലാം കൂടെ കൂട്ടിയാണല്ലോ വ്യാസന് ഭാഗവതാക്കിയത്. സർവോപനിഷത്ത് എന്നുള്ള സാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഉപനിഷത്ത് അന്ന് കോവിഡിന്റെ കാലത്ത് ഇങ്ങനെ കേട്ടിരുന്നത് കുറച്ചൊക്കെ നമ്മുടെ എവിടെയെങ്കിലും വന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ, എല്ലാം പഠിക്കാനൊന്നും നമുക്ക് പറ്റില്ല, മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പരിചയം തോന്നും. നമുക്ക് മുമ്പ് പരിചയം ഉണ്ട്. അല്ലാതെ ഉപനിഷത്തെല്ലാം പഠിച്ചെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കേൾക്കുമ്പോൾ മുമ്പും കേട്ട ഒരു പരിചയം നമുക്കുണ്ട്. അതെ, അതിന് പേരാണ് സംസ്കാരം. ആ ഒരു സംസ്കാരമാണ് വേണ്ടത്. ഈ ഒരു പരിചയമാണ് സംസ്കാരം.
അതിന് സാറിന്റെ എഫേർട്ടാണ്. ആ ഒരു ഉപനിഷത്ത് അല്ല, കൊറോണ കാലം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ അതെ വളരെ അതെ സജീവം. ഞാനതിപ്പോ വെറുതെ സാറൊരു പ്രഭാഷണ പരമ്പര തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ അത് വളരെ അങ്ങ് സജീവമായി, നമ്മുടെ ക്ലാസ്സുകളെല്ലാം തുടങ്ങി. അങ്ങനെ ആയതാ, വെറുതെ കൊറോണയിൽ പ്രഭാഷണത്തിൽ തുടങ്ങി വെച്ചതാ. അതെ അതെ ശരിയാണ്, ആ കാലം നമ്മൾ നമുക്ക് അനുകൂലമാക്കി എടുത്തു. അതെ. ഇപ്പോഴും വീണ്ടും കോവിഡ് എവിടെയൊക്കെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ വീണ്ടും അടുത്തതിലേക്ക് കിടക്കാം. രാജോവാചാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടല്ലോ, രാജാവടുത്ത് ചോദ്യം ചോദിക്കാം. അഥ ഇതാം ഐശ്വര്യമായം വിസ്തരാം ഭഗവത്മഭി തരന്യഞ്ച സ്ഥൂലധിയോ മുഖ്യതാം. അഥ ഏതാം ഐശ്വര്യമായ, ഇനിയും ഈ ഈശ്വരന്റെ മായ, ഐശ്വര്യമായ എന്ന് വെച്ചാൽ ഈശ്വരന്റെ മായയെ, ദുസ്തരാം ആർക്കും തരണം ചെയ്യാൻ പറ്റാത്ത ഈ മായയെ, അകൃതാത്മഭിഹി അന്ധക്കരണത്തെ ജയിക്കാത്തവരാൽ, അകൃത ആത്മഭിഹി അന്ധക്കരണം ജയിക്കാൻ കഴിയാത്തവരാണ് അകൃതാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. അവരാൽ തരന്തി അഞ്ചഹ, തരന്തി തരണം ചെയ്യുന്നു, അഞ്ചഹ ഒരു പ്രയോഗവുമില്ലാതെ. സ്ഥൂലധിയോ മഹർഷേ, സ്ഥൂലബുദ്ധി ഉള്ളവർ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുന്നത്? ഇതം ഉച്യത, ഇതും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന മഹർഷിയുടെ ആ വാക്ക് കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ മായയെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? ഋഷിമാർക്ക് കുഴപ്പമില്ലായിരിക്കാം, ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അന്ധക്കരണം സ്വാധീനതയിലാക്കാതെ വിഷയലംബടന്മാരായി ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ശരീരത്തിൽ ഞാനാണ് വലുതെന്നുള്ള അഹംബോധത്തോടുകൂടി കാലം കഴിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പേരിവിടെയുണ്ട്. അവർക്ക് ഈശ്വരന്റെ ശക്തിയായി മായയെ എങ്ങനെ മറികടക്കാൻ പറ്റും? അതിനുള്ള വഴി കൂടി പറഞ്ഞു തരാമോ? അല്ലേ, നമ്മളെപ്പോലുള്ളവർ ചോദിക്കേണ്ട ഒരു ചോദ്യം രാജാവ് നമുക്ക് വേണ്ടി ചോദിച്ചു. ഈ ത്രിഗുണങ്ങളാകുന്ന മായയെ സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിൽ പ്രപഞ്ചത്തിൽ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മായ, ഇതിനെ തരണം ചെയ്യണം എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. എങ്ങനെ തരണം ചെയ്യും? അതിന്റെ വഴി എന്താ? മാർഗം എന്താ? എന്ത് അനുഷ്ഠിച്ചാലാണ് ഈ മായയെ തരണം ചെയ്ത് അപ്പുറത്ത് കിടക്കാൻ പറ്റും? അതുകൊണ്ട് അതിൻ്റെ ഒരു ഉത്തരം കൂടി കിട്ടിയാൽ കൊള്ളാം എന്ന് ചോദിച്ചപ്പോൾ പ്രബുദ്ധൻ എന്ന അടുത്ത ഒരു നവയോഗിയാണ് എന്നെ മറുപടി പറയുന്നത്. അദ്ദേഹം അതിന് വിസ്തരിച്ചൊരു മറുപടിയിലേക്ക് പോവുകയാണ്. നമുക്കിത് ശരിക്കും അറിഞ്ഞ് ഉപയോഗിക്കേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം ആ പാകത്തിനാണ് ഭാഗവതം നമ്മുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കുന്നത്. കർമ്മണ്യാരഭമാണാനാം ദുഃഖഹത്യൈ സുഖായതാം പശ്യത് പാകവിപര്യാസം മിഥുനീചാരിണം നൃണാം. കർമാണി ആരഭമാണാനാം, കർമ്മങ്ങൾ ആരംഭിച്ചുകൊണ്ട്, ഓരോ തരം കർമ്മങ്ങളെ ആരംഭിച്ച് ചെയ്തുകൊണ്ട്, ദുഃഖഹത്യൈ സുഖായത, ദുഃഖത്തെ ഹനിക്കാനും സുഖത്തിനും വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യർ ഓരോ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. മനുഷ്യന്റെ ഏത് പ്രവൃത്തിയും സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ്.
ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ചോദിച്ചില്ലേ ഞങ്ങളെ പോലുള്ള മനുഷ്യന് ഹേ രാജാവേ, അതെ, നിങ്ങളെ പോലെയുള്ള കോടാനുകോടി മനുഷ്യർ ഈ പ്രകൃതിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അവരെപ്പോഴും കർമ്മനിരതരാണ്, കർമ്മം ചെയ്യാതെ ഇല്ല. ഇവരുടെ കർമ്മങ്ങൾക്ക് ഉദ്ദേശ്യം സുഖമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സുഖമുണ്ടാകുക എന്ന് വെച്ചാൽ ദുഃഖമില്ലാണ്ടാവണം, എന്നാലേ പറ്റൂ. ദുഃഖമില്ലാതിരിക്കുന്ന അവസ്ഥയുടെ പേരാണല്ലോ സുഖം എന്ന്. അപ്പം ദുഃഖഹത്യൈ സുഖായത പശ്യേത്, പക്ഷെ കാണുന്നു, പാകവിപര്യാസം ഫലവൈപരീത്യം. പാകം ഫലമാണ്, അതിന്റെ വൈപരീത്യം പശ്യേത് കാണുന്നു. ദുഃഖമില്ലാതാക്കാനും സുഖത്തിനും വേണ്ടിയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും ഫലം നേരെ തിരിച്ചാണ്. സുഖമല്ല ഉണ്ടാകുക, ദുഃഖം. ഏതൊക്കെ കർമ്മം ഇവിടെ ചെയ്തു വെച്ചോ അതിന്റെ ഫലം തൽക്കാലം സുഖമായിട്ട് തോന്നുമെങ്കിലും അല്പം കഴിയുമ്പോൾ അതൊക്കെ ദുഃഖത്തിലേക്ക് പോകുന്നത്. ഏത് സുഖവും താൽക്കാലികമായ സുഖവും നമുക്ക് എന്തുതരും? ദുഃഖം തരാൻ പര്യാപ്തമാണ്. പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം. ദാമ്പത്യം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട്. മിഥുനങ്ങളായി ചരിക്കുന്നവർ, ദമ്പതികളായി ചരിക്കുന്നവർ, അവർക്ക് നേരെ വൈപരീത്യമായ ഫലമാണ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഒരു തുടക്കം. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം മനസ്സിലായിട്ടില്ല. പക്ഷെ 2, 3, 4, 5 ശ്ലോകത്തിൽ കൂടി ഇനിയും വ്യാസൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് ഭക്തി കൊണ്ട് മാത്രമേ മായയെ തരണം ചെയ്യാൻ പറ്റൂ. ആ ഭക്തി ഉണ്ടാകാനുള്ള കാരണങ്ങൾ വിവരിച്ചു കൊണ്ടാണ് പ്രബുദ്ധൻ എന്ന യോഗി ഉത്തരം പറയാൻ ആരംഭിക്കുന്നത്. മായയെ തരണം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടാകും. അതെങ്ങനെയൊക്കെ ഉണ്ടാകും ഈ ഭക്തി? അതും അറിയണമല്ലോ. അതുകൊണ്ട് ഭക്തി എന്താ നേരത്തെ പറഞ്ഞു കഴിഞ്ഞൂടെ? പരമഭാഗവതൻ ലക്ഷണമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഈ അവസ്ഥയ്ക്ക് ഒന്നാമതായിട്ട് വേണ്ടത് വിഷയങ്ങളോടുള്ള അമിതമായ താല്പര്യം ഒഴിവാക്കണം. വിഷയം അനുഭവിക്കേണ്ടെന്നല്ല, വിഷയാനുഭവത്തിനുള്ള അമിതമായ ഭക്തി ഉണ്ടാകാം, ആസക്തി ഉണ്ടാവരുത്. ഏത് സുഖാനുഭവവും ഒന്നനുഭവിച്ച് അപ്പം തന്നെ പറിച്ചു കളയണം. അതിനിയും എനിക്ക് വേണം, ഇനിയും വേണം, നാളെയും വേണം, മറ്റന്നാളും വേണം എന്ന് പറഞ്ഞ് ആ സുഖസൗകര്യങ്ങൾ കൂട്ടി മനസ്സിലോ ഇന്ദ്രിയങ്ങളിലോ ബുദ്ധിയിലോ വീട്ടിലോ നാട്ടിലോ ഉണ്ടാക്കി വെച്ചാൽ അത് അപകടമാണ്. അപ്പൊ എത്ര ഭംഗിയായിട്ടാണ് ഭാഗവത മനുഷ്യജീവിതത്തിൽ വേണ്ട സുഖസൗകര്യമൊക്കെ അനുഭവിക്കാം, അത് നിഷേധിച്ചുകൊണ്ടല്ല. അതുമാത്രമേ ഉള്ളൂ ജീവിതം, അതിൻ്റെ അപ്പുറത്തൊന്നില്ല എന്ന് വിഷയങ്ങളുള്ള അമിതമായ താല്പര്യം. അതിന് മറ്റൊരു ഭാഷ പറയുന്നതാണ് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം. അനുഭവിച്ചു കഴിയുമ്പോൾ ത്യജിക്കുന്ന ബുദ്ധിയുടെ പേരാണ് വൈരാഗ്യം, വിരക്തി. അനുഭവിച്ച് ഉപേക്ഷിക്കണം, അല്ല പറ്റില്ലല്ലോ. പഞ്ചസാരയുടെ മധുരം ആവോളവും അറിഞ്ഞ് ആസ്വദിച്ചു, എന്ത് ചെയ്യണം? ഇനി അത് ഉപേക്ഷിക്കാം. ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിക്കാനുള്ളതല്ല. അങ്ങനെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ കാലം രോഗ രൂപത്തിൽ വന്ന് നമ്മെ കണ്ടത് എന്ത് ചെയ്യും? ഉപേക്ഷിപ്പിക്കും. ഇങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഭക്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് വിരക്തിയാണ്, വൈരാഗ്യമാണ്. എത്ര ബുദ്ധിമാനാണെങ്കിലും അപ്പൊ ഈ വിരക്തി വൈരാഗ്യം എങ്ങനെ ഉണ്ടാകും? ഉണ്ടാകണമെങ്കിൽ ഒരു ഗുരുവിന്റെ ആണെ ആശ്രയിക്കണം, അപ്പോൾ മാത്രമേ കിട്ടൂ. അല്ലാതെ വെറുതെ കടയിൽ ചെന്ന് വാങ്ങാൻ പറ്റുന്നതല്ല, വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. അത് എത്ര ബുദ്ധിമാനാണെങ്കിലും ഒരാൾക്ക് ഒരു സമുദ്രം കടക്കണമെങ്കിൽ ഒരു കപ്പൽ വേണം, ഇല്ല പറ്റില്ല.
ഈ കപ്പലിനെ ആശ്രയിക്കാതെ സമുദ്രം അപ്പുറത്ത് കിടക്കില്ല. അതുപോലെയാണ് സംസാര സമുദ്രത്തെ അക്കരെ കടക്കാൻ ഒരു ഗുരുവിന്റെ ആശ്രയം ലഭിക്കണം എന്ന് ആദ്യത്തെ 4 ശ്ലോകം എന്ന് പറയാൻ പോവാണ്. ഒരു ഉത്തമനായ ഗുരുവിന് ലഭിച്ചില്ലെങ്കിൽ അക്കരെ കടക്കാൻ പറ്റില്ല. പുഴ അക്കരെ കിടക്കണമെങ്കിൽ ഞാൻ എത്ര സാമർഥ്യവാനാണ്, കഴിവുള്ളവനാണ്, എനിക്ക് എത്ര സ്വാധീനമുണ്ട്, എത്ര ധനമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു വള്ളത്തിൽ കൂടി മാത്രമേ എന്ത് ചെയ്യൂ, അപ്പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഈ വള്ളം ഇല്ലാതെ അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല. ഈ വള്ളം ഒരു ഗുരുവാണ്. പക്ഷേ വള്ളം തിരഞ്ഞെടുക്കുമ്പോൾ ഓട്ടയില്ലാത്ത വള്ളം നോക്കി തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് താഴും. അത്രേ ഉള്ളൂ. ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 2 ശ്ലോകത്തിൽ കൂടി പറയാം. ഉത്തമനായ ഗുരുവിനെ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഭാര്യാപുത്രാദികളോടെ നല്ല വീട്, നല്ല ജോലി, എല്ലാവിധ സുഖസൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി പുത്രന്മാരോടുകൂടി ഏതാഗ്രഹങ്ങളും എപ്പോഴും സാധിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നവർക്കും സുഖം ഉണ്ടാകുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ചോദിച്ചു നോക്കോളൂ, അത്രയ്ക്കാണെങ്കിലേ സുഖമായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. വിപരീത ഫലമാണ് ആർക്ക് കിട്ടുന്നത്. എന്നാൽ വിപരീത ഫലം കിട്ടിയാൽ ഇത് ഉപേക്ഷിക്കുമോ? അതുമില്ല. പിന്നെയും അതിന്റെ പറയാൻ നടക്കും. നിങ്ങൾ ഇതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് കിട്ടിയത് ഉദ്ദേശമല്ല അല്ല വീണ്ടും എന്നെ പറയാം. ഇതിന്റെ പേരാണ് വിരക്തി ഉണ്ടാവാതിരിക്കുക. ഉദ്ദേശ ഫലം കിട്ടുന്നില്ലെന്ന് കണ്ടാൽ പിന്തിരിഞ്ഞു പറഞ്ഞു, പിന്നെ എന്നെ പറയാ പോരുത്. അപ്പം എന്താ, ധനത്തില്, സമ്പത്തില്, സ്ത്രീകളില്, ഏത് വിഷയത്തിൽ പ്രവർത്തിക്കുന്നവരും അതിൽ നിന്ന് വേണ്ട ഫലം കിട്ടിയില്ലെങ്കിലും അത് ഉപേക്ഷിക്കത്തില്ല. ഇങ്ങനെ വിഷയാശ കൊണ്ട് പലവിധ കർമ്മങ്ങളും ചെയ്യുന്ന ദുഃഖികളായി തന്നെ തീരും. ഈ അനുഭവത്തിൽ എന്തുകൊണ്ടാണ് നന്നായിട്ട് ആലോചിക്കണം. ആഗ്രഹം അനുസരിച്ച് ഫലം കിട്ടുമായിരുന്നെങ്കിൽ ആരും ദുഃഖിക്കത്തില്ല. ഇച്ഛക്കനുസരിച്ചാണ് ഫലം കിട്ടുന്നതെങ്കിൽ ആരും ദുഃഖിക്കത്തില്ല. ദുഃഖം ആഗ്രഹിച്ചുകൊണ്ട് ആരും ഒന്നും പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് ഫലം ഇച്ഛ അനുസരിച്ചിട്ടല്ല, ഇച്ഛാശക്തിയെ അതിക്രമിക്കത്തക്കതായ മറ്റൊരു ശക്തി ബാധിച്ചിട്ടുണ്ട്. അതിനെ കീഴടക്കിയാൽ മാത്രമേ ഉദ്ദിഷ്ടമായ ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നല്ല വിവേകത്തോടെ ലോകത്തിൽ നിന്നും സ്വന്തം അനുഭവത്തിൽ നിന്നുമുള്ള പരിചയം കൊണ്ട് വിവേകമുണ്ടാക്കി പിന്തിരിയാൻ ശ്രമിക്കണം. ആമുഖ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഗുരുവിനെ ആശ്രയിക്കണം, എങ്ങനെയുള്ള ഗുരു വേണം എന്നൊക്കെ വിസ്തരിച്ച് പറയാൻ പുറപ്പെടുക. കർമ്മണ്യാരഭമാണാനാം ദുഃഖഹത്യേ സുഖായതാം പശ്യത് പാകവിപര്യാസം മിഥുനീചാരിണം നൃണാം. കർമ്മണ്യാരഭമാണാനാം ദുഃഖഹത്യേ സുഖായതാം പശ്യത് പാകവിപര്യാസം മിഥുനീചാരിണം നൃണാം. ഇനി അങ്ങോട്ട് പറയുന്ന ശ്ലോകത്തിൽ കുറച്ചുകൂടി ഗഹനമായ 2-3 ആശയങ്ങളാണ്. നമുക്ക് അല്പസമയം കൊണ്ട് തീരില്ല. നമുക്ക് അവിടെ നിർത്താം. 19 ശ്ലോകം മുതൽ അടുത്ത എടുക്കാം. ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലേ? മായ അവിദ്യ ഒന്ന് തന്നെയാണോ സാറേ? ഏതാ? മായയും അവിദ്യയും. അവിദ്യ. അതാ പറയാൻ പോന്നേ. വിവേകമില്ലാത്തത് കൊണ്ടാണ്. അത് അടുത്ത പ്രാവശ്യം. അപ്പൊ മായ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് മായ അല്ലേ സാറേ? അതെ, മായ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളുടെ സ്വരൂപമാണ്. ത്രിഗുണങ്ങളാണ് മായ. അതിൽ കൂടിയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം പഞ്ചഭൂതങ്ങളോ? ഏത് പഞ്ചഭൂതങ്ങളാ? പഞ്ചഭൂതങ്ങൾ പറഞ്ഞില്ലേ, ത്രിഗുണത്തിൽ നിന്നുണ്ടായതല്ലേ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, മനസ്സ്. അതല്ലേ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. എന്താണ് ഈ ഗുണങ്ങള്? സാത്വികം, രാജസം, താമസം എന്ന് 3ആയിട്ടില്ലേ ഗുണങ്ങൾ? ആ 3 ഗുണത്തിൽ നിന്നും താമസ ഗുണത്തിൽ നിന്നുമാണ് ഇപ്പൊ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്.
രാജസ ഗുണത്തിലാണ് ഇന്ദ്രിയങ്ങൾ ഉണ്ടായത്, സാത്വിക ഗുണത്തിൽ നിന്നാണ് ദേവന്മാരും മനസ്സും ഉണ്ടായത് എന്നല്ലേ പറഞ്ഞു വെച്ചേ. ആ ഈ മൂന്നിലെ സൃഷ്ടി മുഴുവനും ഇതൊന്നും വാസ്തവത്തിൽ എന്തല്ല, സത്യമല്ല. കാരണമാണ് ഇതൊക്കെ ലയിക്കുന്നതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ പോയതിനു ശേഷം തിരിച്ച് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി രണ്ടാമത് വീണ്ടും ഉണ്ടാകുന്നതാണോ? അതെ, അങ്ങനെയാണ് സൃഷ്ടി. അതെ അതെ, തിരിച്ച് അനുലോമവും പ്രതിലോമമായിട്ടാണ്. ആദ്യം ശബ്ദഗുണവും, പിന്നെ വായു ഗുണവും, പിന്നെ അഗ്നിയും, പിന്നെ ജലവും, പിന്നെ ഭൂമിയും, അങ്ങനെ ഭൂമി അവസാനം അങ്ങനെ വരുമെന്നാണോ തിരിച്ച്? അതെ അതെ, സൃഷ്ടി ഇങ്ങനെയാണ്, സംഹാരം തിരിച്ചത്. അപ്പൊ ആദ്യം ശബ്ദഗുണം മാത്രമേ രണ്ടാമതുണ്ടാകുമ്പോ ഉണ്ടാവുള്ളൂ. അതിൽ നിന്നാണ് പിന്നെ രാജസ താമസങ്ങളിലേക്ക് വന്നത്. എല്ലാം മായ എന്ന് പറയുന്ന ഒരു ശക്തിയെ ആശ്രയിച്ചിട്ടാണ്. ആ മായയുടെ ഒരു ശക്തിയിൽ നിന്നാണ് ത്രിഗുണങ്ങൾ മൂന്നും ഉണ്ടാകുന്നത്. അപ്പം അതിൽ നിന്നും ഉണ്ടാകുന്നതെല്ലാം വാസ്തവത്തിൽ സത്യമല്ല. കാരണം എന്താണ്? നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇല്ലാത്തതാണ് മായ എന്ന് പറയാൻ കാരണം. ഓ, അത് ശരി. സർ, മായയെ ഭഗവതിയായിട്ട് സങ്കല്പിക്കുന്നത് എന്തുകൊണ്ടാ? ഏത്? മായയെ ഭഗവതിയായിട്ട് സങ്കല്പിക്കുമല്ലോ. അതെ, അത് പുരുഷനും പ്രകൃതി, ആ പ്രകൃതിയല്ലേ സത്യത്തിൽ മായ. അതെ, കാരണം പിൽക്കാലത്ത് നമ്മള് ഈ മായയെ ആശ്രയിച്ചിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് മുഴുവൻ. അതെ. അപ്പം ഈ മായയിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ഈ മായാഭഗവതിയുടെ കനിവ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതിന് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഈ മായയിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോട്? ഈ മായാഭഗവതിയോട്. അവര് വിചാരിച്ചെങ്കിൽ നമ്മളെ അപ്പുറത്ത് കടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഭൗതിക ലോക ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശക്തിയായിട്ട് കൽപ്പിച്ചിട്ടാണ് മായയെ നമ്മൾ ഇവിടെ അവിടെ ഭഗവതിയായിട്ട് ഈശ്വരനായിട്ട് ആരാധിച്ച് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യമല്ലല്ലോ, അത് പോന്നതാണ്. പുരുഷൻ എന്ന് പറയുന്ന ഈശ്വര ശക്തിയാണല്ലോ, അല്ലേ? അതെ അതെ. ബാക്കിയുള്ളതല്ല മായ. മായ. അതെ. പിടിച്ചൊരു വിഷയമാണ് ഈ മായ. അത് വളരെ വിദഗ്ധമായിട്ട് ഭാഗവതം അവതരിപ്പിച്ചത്. അതില അതെ അതെ അതെ. വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും പിന്നെയും വരുന്നതും. അപ്പൊ പ്രളയവും പിന്നെ ഉത്ഭവവും അത് ഒരുപോലെ തന്നെ കാണിക്കുന്നു. പടിപടിയായിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അതെ, അതിന്റെ സാങ്കേതിക വശം ശരിക്കും വരച്ച് കാണിച്ചു. അതെ, മനസ്സിലായി. സംശയങ്ങൾ തീർന്നെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. നാളെ വിഷയം തന്നെയും വരും. അപ്പൊ നിങ്ങൾ ചതുശ്ലോകി ഭാഗവതത്തിന്റെ അല്ല സാറേ, ചതുശ്ലോകി ഭാഗവതത്തിന്റെ ഒരു വിസ്തരിച്ച ഭാഗമാണ് ഇത്. അതെ, നാരായണ ഇതിന്റെ ആശയം പറഞ്ഞ ഏതിൽ നിന്നുണ്ടായോ അതിലേക്കൊക്കെ തന്നെയാണ് വിസ്തരിച്ചില്ലെന്നേ ഉള്ളൂ. വളരെ ചുരുക്കി അതിന്റെ തന്നെയാണ് ഇത്. ബ്രഹ്മസത്യം ജഗമിത്യാന്നൊക്കെ പറയുന്നത്. അതെ, ജഗത്ത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നമസ്കാരം. ശബ്ദം കേട്ട് കുറെ ആയി. ഇന്ന് ഫ്രീയായിരുന്നു. നമസ്തേ സർ. നമസ്തേ സർ.